വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല, നേരിട്ടറിയൂ. ഫ്രണ്ട്സ് ഫുട്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം, അക്ഷയ കേന്ദ്രത്തിന് സമീപം, ചെമ്പനഴികം ബിൽഡിംഗ്, കുളത്തുപുഴ. കുളത്തൂപ്പുഴ പച്ചക്കടയിലെ APNM CMS UP സ്കൂളിലും സമീപത്തെ സെന്റ് മാക്സ് CSI പള്ളിയിലും കവർച്ച. സ്കൂളിന്റെയും പള്ളിയുടെയും വാതിലുകൾ കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. രാവിലെ സ്കൂൾ വൃത്തിയാക്കാൻ വന്ന ജീവനക്കാരിയാണ് സ്കൂളിന്റെ പൂട്ട് തകർത്ത നിലയിൽ ആദ്യം കാണുന്നത്. തുടർന്ന് സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബിൻ ജോസഫ് മാത്യുവിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് സ്കൂൾ അധികൃതരെയും കുളത്തൂപ്പുഴ പോലീസിനെയും വിവരം അറിയിച്ചു. പള്ളിയുടെ വശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ചാരിറ്റി ഫണ്ടും സ്കൂൾ ഫണ്ടും സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. സ്കൂളിലെ HMന്റെ ഓഫീസ് മുറി, സ്റ്റാഫ് റൂം, സ്റ്റോർ റൂം എന്നിവയുടെ പൂട്ടുകളും തകർത്ത് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ഇവിടെ നിന്നും കാര്യമായ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് രാവിലെ സ്കൂൾ ക്ലീൻ ചെയ്യുന്നതായ ചേച്ചി 7 മണിക്ക് സ്കൂളിലെത്തി ഓഫീസ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ സ്കൂളിൻ്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ലോക്കൽ മാനേജർ അച്ഛനെ അറിയിക്കുകയും അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നോക്കുമ്പോൾ സ്കൂളിൻ്റെ ഓഫീസ് തുറന്നു കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പരിശോധിച്ചപ്പോൾ അലമാരികളൊക്കെ തുറക്കുകയും അതിലൊക്കെ എന്തെങ്കിലും പണമുണ്ടോ എന്ന് പരിശോധിച്ചതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് സ്കൂളിൻ്റെ കോമ്പൗണ്ട് നിരീക്ഷിച്ചപ്പോൾ സ്റ്റാഫ് റൂം പൊളിച്ചിരിക്കുന്നു. കൂടാതെ സ്റ്റോർ റൂമും കുത്തി തുറന്നാണ് മോഷണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ആ വിവരം ഉടൻ തന്നെ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സ്കൂളിലെത്തുകയും ആവശ്യമായ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും തുടർന്ന് വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം പോലീസ് ഇവിടെ വന്ന് മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും പരാതി കൊടുക്കുന്നതിനനുസരിച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങാമെന്ന് അറിയിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സ്കൂളിലെ CCTV ഓഫ് ചെയ്ത നിലയിലായിരുന്നു. സ്കൂൾ സമയം കഴിഞ്ഞാൽ CCTV ഓഫ് ചെയ്യുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇതിനാൽ തന്നെ മോഷ്ടാക്കളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും സ്കൂളിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് പറയുന്നു. ഇന്ന് രാവിലെയാണ് നമ്മുടെ സ്കൂളിലെ ഒരു സ്റ്റാഫ് സ്കൂൾ വൃത്തിയാക്കാനായിട്ട് വന്നപ്പോൾ താക്കോല് കൊടുത്തു. ഓഫീസിൻ്റെ അടുത്ത് വന്നപ്പോൾ ഓഫീസ് തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. അവർ ഞങ്ങളെ അറിയിച്ചു. ഞാനും എൻ്റെ ഭാര്യയും ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഓഫീസ് തുറന്നു കിടക്കുകയാണ്. അലമാരി തുറന്ന് കിടക്കുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ സ്റ്റാഫ് റൂം തുറന്ന് കിടക്കുന്നു, സ്റ്റോർ റൂം തുറന്ന് കിടക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ അതിൻ്റെ ഡ്രോയൊക്കെ വലിച്ച് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മോഷണ ശ്രമമാണ് നടന്നിരിക്കുന്നത്. ഉടനെ തന്നെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെ വിളിച്ചു, HMനെ വിളിച്ചു. അവരെല്ലാവരും വന്നു. പള്ളിയുടെ ചുമതലക്കാരെയും അഡ്വൈസറി ബോർഡംഗങ്ങളൊക്കെ വിളിച്ചു. എല്ലാവരും വന്ന് പരിശോധന പെട്ടെന്ന് തന്നെ പോലീസൊക്കെ വരികയും ചെയ്തു. അതിനുശേഷം അപ്പോഴും പള്ളിയിലേക്കുള്ള ശ്രദ്ധ പോകുന്നില്ല. ശേഷമാണ് കൗൺസിൽ മെമ്പർ സണ്ണിച്ചായൻ പറയുന്നത്, വെച്ചാൽ പള്ളിയിൽ ഒന്നും ശ്രദ്ധിക്കുക, അവിടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. പള്ളിയുടെ തെക്ക് ഭാഗത്ത്, അതായത് സെമിത്തേരിയുടെ ഭാഗത്ത്, ആ ഭാഗത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ പള്ളിയുടെ തെക്ക് ഭാഗത്തെ കതക് കുത്തി തുറന്ന് കിടക്കുകയാണ്. വെളിയിൽ നിന്ന് അത് പൂട്ട് പൊളിച്ച് അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പൂട്ട് പൊളിച്ചിരിക്കുകയാണ്. പള്ളിയുടെ അകത്ത് ഒരു ഓഫോർട്ടറി ബോക്സ് ഉണ്ട്. അത് ലണ്ടൻ സീസണിലെ ഒരു ചാരിറ്റി ബോക്സാണ്. ചാരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്തോത്രദാനം അതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നതാണ്. അത് കുത്തി തുറന്ന് അതിൽ നിന്ന് പണം അപഹരിച്ചിട്ടുണ്ട്. കതക് പൊളിക്കാൻ ഉപയോഗിച്ച മൺവെട്ടി, കമ്പികൾ എന്നിവ സ്കൂൾ പരിസരത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.